ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വഴുതനങ്ങ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാര്യമായിട്ട്. പിന്നെ ചിക്കൻ റെസിപ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാലും അതിൻ്റെ ലാസ്റ്റ് എൻഡിലൊന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ച വഴുതനങ്ങയൊക്കെ മുറിച്ച് വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു കേട്ടോ. അതിന് 2 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് അങ്ങനെ വഴുതനത്തെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം അതിലേക്ക് എല്ലാതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് കൈയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ്. നന്നായി മിക്സ് ചെയ്യണമെന്ന് ഒന്നുകൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ചട്ടി കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കടുകൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ മൂപ്പിച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കട്ടെ. ഞാൻ ഒന്നും ചെയ്യാതെ അങ്ങനെ വേണ്ട. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇറക്കി കൊടുത്ത് മൂടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവും. ഇത് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന വഴുതന തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നമുളകൊക്കെ മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വഴുതന ഇട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ വെന്തതിന് ശേഷം ഞാനിതിലേക്ക് ലാസ്റ്റ് ഒന്ന് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കടുക് പൊട്ടിയിട്ട് തീയൊന്ന് സിമ്മാക്കി പറ്റി കുറച്ച് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തത്. മുളക് ക്രഷ് ചെയ്ത ചുവന്ന മുളക് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്നിട്ടുണ്ട്. ഇനി പിന്നെ അതിൽ തന്നെ ആ പാനിൽ തന്നെ ചിക്കനും കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ആദ്യം കുക്കറിൽ വേവിച്ചിരുന്നിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം ചതച്ചത് ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ്, തക്കാളി, ഒരു വലിയ ഉള്ളി ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് കേട്ടോ. കാബേജ് ഉപ്പേരി, വഴുതന ഉപ്പേരി ഒക്കെ തന്നെയാണ് കേട്ടോ. ചോറ് വെന്ത് വെള്ളരിക്ക കറിയാണ് കേട്ടോ. അങ്ങനെ ഇതട്ടോ. അപ്പോൾ ചിക്കന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ചുവന്നമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നമുളകൊക്കെ കൂടി ക്രഷ് ചെയ്തതുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചിട്ട് കൊടുക്കുക. ആദ്യം കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ല വറ്റി. പിന്നെ ഈ ചിക്കന് പൊതുവെ നെയ്യ് ഉണ്ടാവും. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുണ്ട് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് എത്ര വേണ്ടിച്ച് മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്നുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നാൽ ശരി, ബൈ, അസ്സലാമു അലൈക്കും.